ചേട്ടൻ്റെ അടിപൊളി ചായ കേട്ടോ. രാവിലെ ചേട്ടൻ്റെ ഒരു ചായ കുടിച്ച് ഭയങ്കര എനർജിയാണ്. ചായക്കടയിൽ പോലും ഇങ്ങനെ ഒരു ചായ കിട്ടില്ല. ചേട്ടന് മധുരമില്ലാത്ത എനിക്ക് മധുരമുള്ളത് ഇല്ലേട്ടെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും തിരക്കാവൂല, സ്കൂൾ തുറക്കുന്ന സമയമല്ലേ. നമുക്ക് പടവലങ്ങ ചെറുള്ളിയും വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായ ഒരു കറി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. തിരക്ക് പിടിച്ച സമയമാണ്. മുന്നോട്ട് വീണ്ടും 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്കും തിരക്ക്, മക്കൾക്കും തിരക്ക്. കുറേ ചെറിയ കുട്ടികൾ കരയിനെ കാണാം. പിന്നെ 6:30 എണീക്കുന്നത് ഇന്ന് 5:30 എണീച്ചിരിക്കുന്നത്. 6:30 ഞാൻ 6 മണിക്ക് എണീക്കും. സ്കൂളിൽ പോകണം പറഞ്ഞിട്ട്. നമുക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാരും അടിച്ചത് അറിയില്ല, അല്ലെങ്കിൽ എന്നടിച്ചത് വേഗം അടിച്ചിരിക്കുന്നു. അതൊക്കെ ഓരോ സമയം. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ്, പിന്നെ ഒന്നും നോക്കണ്ട. നമുക്ക് ആദ്യം ഒന്ന് തേങ്ങ വറുത്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക, കുറച്ച് മതിയിട്ടാണ്. ചെറിയൊരു മുറി തേങ്ങ, ഒരു 4 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, തേങ്ങ നന്നായി മൂത്ത് വരട്ടെ. നമ്മൾ തേങ്ങ നന്നായി മൂത്ത് വന്നു കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കേട്ടോ. ഓഫാക്കിട്ടാ ഈ ചൂടിൽ കിടന്നിട്ട് ആവട്ടെ. ആറിയിട്ട് നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് കറി വയ്ക്കാം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവട്ടെ. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു 15 ചെറിയ ഉള്ളി, 2 പച്ചമുളക് കീറിച്ചിട്ട്, ഒരു പടവലങ്ങ കേട്ടോ. വലുത് വരണോ? പടവളങ്ങയും ചെറിയുള്ളി നന്നായി വഴണ്ട് വരട്ടെ കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേകട്ടെ കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി വാടി വന്നിട്ട് ആവിയിൽ കിടന്നിട്ട് വെന്തു സൂപ്പറായിട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അരപ്പ് ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്തുള്ളൂ. നന്നായി തിളക്കട്ടെ. നമ്മുടെ പടുവലങ്ങ വന്നാൽ നോക്കാം. അടിപൊളിയായി കുറുകിയിട്ടതാ, നന്നായി വെന്തതാ, സൂപ്പറായി. ഇറക്കട്ടെ കേട്ടാ. ഇനി ഇത് താളിക്കില്ല, ഇറക്കട്ടെ കേട്ടോ. നല്ല കുറുകി നമ്മുടെ തീയലാണ് ഇട്ടത്.
സൂപ്പറായിട്ടില്ല. വെക്കാത്തവരെ വെച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാ. കൊത്തവരക്ക് ഉപ്പേരിക്ക് അരിയാം കേട്ടോ. എന്തായാലും സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ഉപ്പേരി നിർബന്ധമാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ വെക്കണം അച്ഛനും. എല്ലാവർക്കും ഉപ്പേരി വേണമല്ലോ. കുറേ നാളായി കൊത്തവരക്ക് വാങ്ങിയിട്ട്. ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ അങ്ങനെയാണ് വാങ്ങിച്ചത്. എനിക്ക് ഇതും ബീൻസും അപ്പോഴും തെറ്റിപ്പോവും. ഇത് ബീൻസും തെറ്റിപ്പോവും. ഒന്ന് നന്നാക്കി എടുക്കട്ടെ കുറച്ച്. അതെ അതെ. കൊത്തവര ഉപ്പേരി വെക്കട്ടെ കേട്ടോ. പച്ചമുളകും സവാളയും കറിവേപ്പിലൊക്കെ കഴിഞ്ഞു. സൂക്ഷിച്ചു. ഞാൻ നേരത്തെ ആയതുകൊണ്ട് എല്ലാം നേരത്തെയാണ്. നേരത്തെ പണിയൊക്കെ ഒരുങ്ങിയിട്ടാണ്. നേരത്തെ എണിച്ചു. ഞങ്ങൾ 5:30 എണിച്ചു. അതില്ലാണ്ട് ഞാൻ 5:30 എല്ലാവർക്കും കിട്ടും. കൊത്തവര ഇട്ട് കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊത്തവരയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പേരിയാണ്. ഞാൻ കഴിഞ്ഞിട്ടല്ല കിട്ടും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. തേങ്ങിട്ട് ഞാൻ എന്തും കഴിക്കും. ഇല്ലമ്മ ഉപ്പേരി വെന്തു. കുറച്ച് തേങ്ങിട്ട് കൊടുക്കട്ടെ. കുറച്ചുള്ളൂ. അതെ അതെ. റെഡി. ഉപ്പേരി റെഡി ആയിട്ടാണ്. തലകെട്ടി കൊടുക്കട്ടെ. കുറേ നാൾക്ക് ശേഷം ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് ചോറ് വയ്ക്കാം. ഞാൻ ഏട്ടനെ ചോറാക്കട്ടെ കേട്ടോ. അതെ അതെ. എന്തോ ടേസ്റ്റാ. പാലങ്ങാത്തിയിൽ വെക്കാത്ത എന്തായാലും വെച്ച് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വിറകെടുത്ത് വെക്കാൻ കേട്ടോ. വിറക് ഒഴുകിട്ട് വാങ്ങിയതാണ്. 2 ആഴ്ചയായി വേറെ വിറക് വരെ വന്നിട്ട്. മഴ വരുമ്പോഴേക്ക് വിറകൊക്കെ എടുത്ത് വെക്കണം. ചിലപ്പോൾ പെട്ടെന്ന് പെയ്യുന്നു. 1-ാം തീയതി സ്കൂൾ തുറക്കുന്ന ദിവസം. കുറച്ച് കഴിഞ്ഞൂലേ? ഉണങ്ങിയതാണ്. പാട്ടറിയൂ. എത്ര പുല്ല് ഇത് ഫ്രണ്ടിലാണ് കേട്ടോ. ഇങ്ങനെ അതെ അതെ. ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ പറയും ഗാർഡൻ നടത്തുന്നു. എന്തീ തല്ലണ്? ഇതൊക്കെ പുല്ല് പിടിച്ച് കിടക്കുകയാണ് ഗൈസ്. ഇവിടെ ഒന്നും പോകാൻ പറ്റില്ല, പേടിയാണ്. അച്ഛൻ സാഹസികമായി പോയിരിക്കുന്നു. അച്ഛന് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്, കത്തിച്ചാൽ മതി അല്ലേ? എന്താ അത് വെട്ടിത്തെളിച്ച മോൻ? ചവിട്ടം കേട്ടോ. വല്ലാത്തൊരവസ്ഥ. 3 ദിവസമായി പുല്ല് പറിക്കാൻ തുടങ്ങി. അമ്പാനെ കത്തിക്ക്. അങ്ങനെ ഇവിടെ വെട്ടി വെടുപ്പാക്കി ഗൈസ്. ഇത്രയും കിട്ടി പുല്ല് കണ്ടോ. ഇത് ഉണങ്ങിയിട്ട് തീരും. വീണ്ടും മുളയ്ക്കോ? തീർച്ചയായും കഴിഞ്ഞു കേട്ടോ. ഒരു വിധം 3 ദിവസം വലിച്ചു. 3 സ്ഥലത്തായിട്ട് 3 പ്രാവശ്യമായിട്ട് വലിച്ചു.